പഠിക്കാൻ പോകുന്നത് മോഹനരാഗത്തിലെ ഗീതം, സരസ്വതി ഗീതമാണ്. നമ്മൾ ആദ്യത്തെ ഗീതം എന്ന് പറഞ്ഞാൽ ശ്രീ ഗണപതി, രണ്ടാമത്തെ ഗീതം എന്ന് പറഞ്ഞാൽ കുണ്ടദേവിയുടെ അതാണ് ശിവന്റെ, മൂന്നാമത്തെ ഗീതം എന്ന് പറയുന്നത് വിഷ്ണുവിൻ്റെ, അത് കഴിഞ്ഞുള്ള സരസ്വതി. ഇതിൻ്റെ രാഗം മോഹൻ. മോഹനരാഗത്തിന് മോഹനരാഗം എന്ന് പറഞ്ഞാൽ 28ാമത്തെ രാഗമായ ഹരി കാമ്പോജിയുടെ ജന്യമാണ്. അതായത് അത് പാരന്റ് രാഗം, ഇത് ചൈൽഡ് രാഗം. ഇതിൽ മായും നീയും ഇല്ല, 5 സ്വരങ്ങൾ മാത്രം. 5 സ്വരങ്ങൾ മാത്രമുള്ള രാഗത്തിന് ഔഡവരാണ്. ഔഡവര ആരോഹണത്തിൽ 5 സ്വരം, അവരോഹണത്തിൽ 5 സ്വരം. അതുകൊണ്ട് ഔഡവരാണ്. 7 സ്വരങ്ങൾ വായിക്കാം. ചതുർശീർഷകം, ഷഡ്ജം, ചതുർശീർഷകം, അന്തരഗംഗ, പഞ്ചമം, സരിഗ, പഞ്ചമം, ചതുർശീർഷകം, സാ സാ ദ പ ഗ രി സ. ഞാൻ സ്വരമായി ഗ പ പ. ഈ അടുത്ത ദാപ സാസ ഗായുന്നതാണ്. പായ നീട്ടി. രണ്ടാമത്തേതാണ് ജനറൽസിയുടെ ആദ്യത്തെ സ്വരം പ്രീവിയസ് നോട്ട് നോക്കിക്കൊണ്ട് നല്ലതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വായിച്ചു. അതിന് അതിൽ വായിക്കാം, താളത്തിൽ സാധ്യത വായിക്കാം. സാധ്യത വായിക്കാം. അത്ര മനസ്സിലായില്ല. ഇനി അടുത്ത് റേ സാ ധ ധ പ വാനാരൂഹലോ. വീളം പോകും പായുന്നു. പഞ്ചമതൊന്ന് കുത്തില്ലാത്ത അവിടെ പായുന്നു. ഇനി മേടിക്കൊണ്ട് പോകും താളത്തോടുകൂടി. രണ്ട് മിനിറ്റ്. ഈ സൈഡ് താളം വേണം. ദാദയ്ക്ക് വാനാരൂഹലോ. എല്ലാത്തിനും സാധിക്കുന്നു. വാനാരൂഹലോ അല്ല ലോ ചാനറാണ്. അവിടെ ഗായൻ, ഇവിടെ ഗായൻ ചാനറാണ്. ഒരു ഗായൻ ഉണ്ടാവും. 3 ഗായൻ ചാനറാണ്. കിട്ടിയോ? അപ്പോൾ നമ്മൾ പഠിച്ച് വരവീണ, മൃദുപാണി, വനരുക, ലോചന, റാണി. അതൊക്കെ പഠിക്കും. ഇനി അടുത്തതാണ് സൂര്യോചിരഭം ഗ പദ സദാ ഗ പദ സദാ സൂര്യോചിരഭം. സൂര്യോചിരഭം. അടുത്ത് എന്താണ്? ഒരു ഗാനം ഉണ്ടാവും. എന്തുകൊണ്ടാണ് വേണിയുടെ 2 ഗാം കേട്ടാത്ത? എന്തുകൊണ്ടാണ്? അവിടെ ഒരു യകാരമുണ്ട്. യകാരം, അകാരം, ഉകാരം, യകാരം, അകാരം ഇതൊന്നും വീണയിൽ വന്ന് അവിടെ നിന്ന് നമ്മൾ സാഹിത്യമില്ല. അവിടെ എല്ലാം സൈലൻ്റ് ആയിരുന്നു. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വേണയ്ക്ക് വേ ഒരു അക്ഷരേ ഉള്ളൂ, എ ഒരു യകാരം. അപ്പോൾ അവിടെ നമ്മൾ നിന്നിട്ട് പോരാം.
ഗമം വരെ വേണമെങ്കിൽ നമ്മൾ വായിച്ചല്ലേ. അടുത്തെന്താണ്? ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ സൂരനുദ കല്യാണി. അവിടെ എത്ര 2-3 അകാരം അപ്പോൾ നമ്മൾ കിട്ടില്ല. സൂരനുദ കല്യാണി ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ. പായ്ക്ക് സാഹിത്യം ഗ ഗ രിക്ക് സാഹിത്യം. അപ്പോൾ അവിടെ നമ്മൾ കിട്ടില്ല. ഗ ഗ ഗ ഗ ധ പ ഗ ഗ ഗ ധ പ ഗ പ ഗ ഗ രി സ. അവിടെ വരെ എല്ലാം ശിവന്റെ കല്യാണം ഇനി കാവരത്ത് പാകഗരി. പാക ഒരു പക ഒരു മീറ്റ് പോകണം. എന്നിട്ട് ഗരിയിൽ മീറ്റണ്ട, പക്ഷെ താളം എന്നിട്ട് സായിക്കും. സാ അവസാനത്തിൽ സാ മാത്രം. അവിടെ നീ എന്താണ്? കല്യാണിന്റെ നീ എന്തൊന്ന് പഠിച്ച് ഗായയുടെ താളം സൂര്യനിന്റെ കല്യാണം. അതിന് തൊട്ട് മുമ്പിലേക്കാണ് സൂര്യയുടെ മമ്പരമേണി സൂര്യനിന്റെ കല്യാണം. മനസ്സിലായില്ല? നിരുപമ ശുഭ ഗുണലോല ഗ ഗ ഗ ഗ രി ഗ പ ഗ പ പ. എന്താ? പ ഗ പ പ. പാകയ്ക്ക് താളം പാകിത്ത. അപ്പം നമ്മൾ അതിൽ വായിച്ച കിടക്കണം. ആദ്യത്തെ ഗായക താളം ഉണ്ടാവും. താളം പ്രദശീലേ ഗഗധ പദ പദ സാസ. ഗഗയ്ക്ക് താളം, ദാപ്പയ്ക്ക് താളം, തായ്ക്ക് താളം. ഗഗധ പദ പദ സാസ. ഒരു സൈഡ് താളം. സാ
ഒരു മിനിറ്റ്. താളമുണ്ട്. ദസയ്ക്ക് താളം ഇവിടെ രണ്ട് ദായ്ക്കുള്ളിൽ ഒരു താളം, ഒരു ദായ്, രണ്ട് ദായും ഒരു മിനിറ്റ് ഒരു താളം. പയ്യ താളം. വരദ പ്രിയ രംഗനായി. ദസ ദദ ദാപ്പന രംഗനായി. ദസ ദദ ദാപ്പ. അടുത്തതാണ് ഗപദ സദ ദാപ ഗ. ഗപദ സദ പ ദാപ ഗരിസ. വാഞ്ചിത വല്ലതായേ. വല്ലപ്രിയ മനസ്സിലായില്ലേ? അത് വാഞ്ചിത അവരാണ്. അപ്പൊ അത് ഗപ്പയ്ക്ക് ഒരു ഇട്ടിട്ടേ ഉള്ളൂ. ഗപദ സദ ഗപദ സദ വാഞ്ചിത ഫല. ഗപ്പ ഗപ്പ മാത്രം വരും. ഗപദ സദ വാഞ്ചിത ഫല. വാഞ്ചിത ഫല വാഞ്ചിത ഫല. ഗപ്പയ്ക്ക് ദസയ്ക്ക് താളം. ഗപദ സദ പ ദാപ ഗരിസ. ദാപ്പയുടെ മേൽ ഗായ് ഗായ് ഗീസ ഗീസ ദാപ ഗരിസ. അപ്പൊ അവിടെ ദാപ്പ കഴിഞ്ഞ് ഗഗ ദാ മേടി കഴിഞ്ഞാൽ പാ ഗഗ നേരത്തെ പോലെ പാ ഗഗ. വേറെ കിട്ടൂല. ദാ കഴിഞ്ഞാൽ പായും കിട്ടൂല, രണ്ട് ഗായും കിട്ടൂല. താളം മനസ്സിലായി? ഇത്രയാണ്. എന്നിട്ട് നമ്മൾ വീണയിൽ നമ്മൾ ഒന്നിന് വായിക്കും.